എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോസ്തല പ്രവർത്തികളിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും തന്മൂലം സഭയ്ക്കും സമൂഹത്തിനും വ്യക്തികൾക്കുമുണ്ടായ പരിവർത്തനം, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ധ്യാന വിഷയമാക്കിയിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇന്ന് നമുക്ക് ധ്യാനത്തിനായി വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2:45. വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. ഫുൾ സ്റ്റോപ്പ് കുറവായതുകൊണ്ടാണ് അത്രയും വായിക്കേണ്ടി വന്നത്. സഭ ഒരു കൂട്ടായ്മ സംഘമാണ് എന്ന് ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ലവിങ് കമ്മ്യൂണിറ്റിയാണ്. പാട്ടിലും പ്രാർത്ഥനയിലും നാം കൂട്ടായ്മയെ ഒരുക്കാറുണ്ട്. അതും കൂട്ടായ്മയുടെ ഭാഗം തന്നെയാണ്. എന്നാൽ പങ്കുവയ്ക്കുന്നതാണ് കൂട്ടായ്മയുടെ ഒരു പൊരുൾ. നമുക്ക് ലഭിക്കുന്നതിലും കൊടുക്കുന്നതിലും കൂട്ടായ്മയുടെ അനുഭവമുണ്ട്. ആദിമസഭയിലെ വിശ്വാസികൾ തങ്ങൾക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കിട്ട് സാക്ഷ്യം നിറവേറ്റിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ള വിശ്വാസ സമൂഹത്തിൻ്റെ മുഖമുദ്രയാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. ദൈവത്തോടുള്ള ബന്ധത്തിലും ഇത് വാസ്തവമാണ്. മുൻപ് പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ നാം അറിയുന്നത് മറ്റുള്ളവരെ അറിയിക്കുകയും വേണം. ക്രിസ്തീയ ജീവിതാനുഭവവും പങ്കിടേണ്ടതാണ്. ഈ പങ്കുവയ്ക്കുക എന്ന് പറയുമ്പോൾ അത് സ്വമേധയാ ചെയ്യേണ്ടത്, ആരെങ്കിലും നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് പറയിപ്പിച്ച് ചെയ്യിക്കേണ്ട ഒരു കാര്യമല്ല, അല്ലെങ്കിൽ നിയമം കൊണ്ട് അടിച്ചേൽപ്പിക്കേണ്ടതല്ല. തുല്യമായ വിഭജനം എന്നതല്ല അതിൻ്റെ ഒരു തോത്. ആവശ്യത്തിനനുസരിച്ച് ദരിദ്രർ, പരദേശികൾ, അങ്ങനെയുള്ളവർക്കൊക്കെ ഔദാര്യ മനോഭാവവും സമീപനത്തോടും കൂടെ നമ്മൾ നൽകുന്നതാണ്. ബുദ്ധിമുട്ടിലിരിക്കുന്നവരാരും നമ്മുടെ ഇടയിൽ ഉണ്ടായിക്കൂടാ എന്നതായിരുന്നു ആദിമസഭയുടെ ഒരു പൊതുധാരണ. ഈ ഒരു മനോഭാവം നമുക്ക് സഭയ്ക്ക് ഉണ്ടാവണം. ഒരു കൂട്ടർക്ക് ഒട്ടുമില്ലാതിരിക്കെ ധാരാളം ഉള്ളവനായിരിക്കാൻ ഒരു ക്രിസ്ത്യാനിക്ക് ഒരിക്കലും അവകാശമില്ല. നമ്മൾ സമൃദ്ധമായി ആഹാരം കഴിച്ച് ഉറങ്ങുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത ഒരു ഭവനത്തിൽ പട്ടിണിയോടെ ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ അത് കൊടിയ പാപമാണ്. ധനവാന്റെയും ലാസറിൻ്റെയും കഥ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ദ ക്രിസ്ത്യൻ ഹാസ് നോ റൈറ്റ് ടു ഹാവ് ടു മച്ച് വൈൽ അതേഴ്സ് ഹാവ് ടു ലിറ്റിൽ. മറ്റുള്ളവർ വളരെ ദാരിദ്ര്യത്തിൽ, ഇല്ലായ്മയിലിരിക്കുമ്പോൾ നമ്മൾ വളരെയധികമുള്ളതിനെ താലോലിച്ച് ഇരിക്കുന്നത് തെറ്റാണ്. പരദേശികൾക്കും ലേവ്യർക്കും വിശപ്പ് ഉള്ള സമയം, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് വിളവെടുക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി ചിലത് വയലിൽ ഉപേക്ഷിക്കുക പതിവായിരുന്നു. 10-1 നൽകണമെന്ന് ന്യായപ്രമാണം പറയുന്നുണ്ട്. ഒരു പരിശുദ്ധാത്മ നിറവുള്ള ദൈവ പൈതലിൻ്റെ മനോഭാവം അതിൽ ഒട്ടും കുറഞ്ഞതാകാൻ പാടില്ല. അവനവൻ ആവശ്യമുള്ളതുപോലെ നൽകുക എന്നതായിരുന്നു യെരുശലേം സമൂഹത്തിൻ്റെ പ്രമാണം നമ്മൾ വായിച്ചത്. അതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് ആരും അവരുടെ ഇടയിൽ മുട്ടുള്ളവരാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് കാണുന്ന ഈ ദാരിദ്ര്യത്തിൻ്റെയും ഇല്ലായ്മയുടെയും പ്രധാന കാരണം പങ്കുവയ്ക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മളെല്ലാം അക്യുമുലേറ്റ് ചെയ്യുന്നു, കൂട്ടിവയ്ക്കുന്നു നമുക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി. എന്നാൽ നമുക്കത് ചിന്തിക്കാം, ഇത് ഞങ്ങൾ കഷ്ടപ്പെട്ടതാണ്, ഞാൻ പഠിച്ചതാണ്, എൻ്റെ അറിവ് കൊണ്ടും അധ്വാനം കൊണ്ടും നേടിയതാണ്. ദൈവം തമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കും ഓരോ താലന്തുകൾ നൽകുന്നുണ്ട്. അത് നന്നായി ഉപയോഗിക്കുന്നവരുമുണ്ട്, അല്ലാത്തവരുമൊക്കെ ഉണ്ട്. എങ്കിൽ പോലും
ഒരു ക്രിസ്തീയ മാനദണ്ഡത്തിൽ അക്യുമുലേഷൻ എന്ന് പറയുന്നത് വലിയ പാപമാണ്. അത് ഷെയർ ചെയ്യപ്പെടുമ്പോൾ മുട്ടുള്ളവരാരും ഇല്ലാത്ത ഒരനുഭവത്തിലേക്ക് വരുന്നു. ആദിമസഭ അത് തെളിയിച്ചതാണ്, വളരെ കരുത്തോടെ തെളിയിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് കരുതുന്നവരുടെ ഒരു സഹോദര സംഘമാണ് നമ്മുടെ വിശ്വാസ സമൂഹം. ഈ കരുതുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്ന ഒന്നിൻ്റെ പര്യായമാണ്. അതുകൊണ്ട് പുതിയൊരു ദിവസം നമുക്ക് ദൈവം തമ്പുരാൻ നൽകിയത് ഈ ഒരു ചിന്തയ്ക്ക് വേണ്ടിയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിവ്, നമ്മുടെ ധനം, നമ്മുടെ ആരോഗ്യം, ഇതൊക്കെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കണം. The rich may live simply, that the poor may simply live. ദരിദ്രർ കഷ്ടിച്ച് ജീവിക്കാൻ ധനികർ ലളിത ജീവിതം നയിക്കുമ്പോൾ സാധിക്കും. കരുതലും പങ്കിടലും, അതാണ് കൂട്ടായ്മ. ഇന്ന് പരസ്പരം സഹോദരങ്ങൾ പോലും ഒന്നിച്ച്, ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് പിറന്ന സഹോദരങ്ങൾ പോലും സ്വത്തിൻ്റെയും ധനത്തിൻ്റെയും പേരിൽ തർക്കിച്ചും കലഹിച്ചും മിണ്ടാതെയും ഒക്കെ കഴിഞ്ഞുകൂടുന്നൊരു കാലഘട്ടമാണ്. വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു, ആദിമസഭ നമ്മളെ പഠിപ്പിച്ചു, ഉള്ളതുപോലെ ഉള്ളത് പങ്കുവെച്ച് മുട്ടുള്ളവരുടെ സംഖ്യ കുറയ്ക്കുന്ന സമൂഹം. അതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒരു സ്വഭാവ ഗുണം. 42-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് അപ്പം നുറുക്കുന്നു എന്നതാണ്. ഇത് തിരുവത്താഴത്തിൻ്റെ മറ്റൊരു പര്യായമാണ്, അപ്പം നുറുക്കൽ. 47-ാം വാക്യം നമ്മൾ വായിച്ചതിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യമാണ്. വസ്തുവകകൾ പങ്കിടുന്നതിൽ മാത്രമല്ല, ദൈവഭവനത്തിൽ ഒരുമിച്ചുള്ള ആരാധനയ്ക്ക് അവർ പ്രാധാന്യം നൽകി. പരിശുദ്ധാത്മ നിറവിൽ യേശുവിൻ്റെ ശിഷ്യർ ദേവാലയത്തെയും ക്രമീകൃത ആരാധനയെയും അവഗണിച്ചില്ല. ഒരിക്കൽ പ്രാർത്ഥനാ സമയത്ത് പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ പോയ വൃത്താന്തം 3:1 നമ്മൾ വായിക്കുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് നിശ്ചിത സമയം യഹൂദന്മാർ വേർതിരിച്ചിരുന്നു. അത് കൃത്യമായി പാലിക്കുകയും ചെയ്തിരുന്നു. ദേവാലയ ശുശ്രൂഷകൾക്കും ഭവനങ്ങളിൽ നടത്തപ്പെട്ട പ്രാർത്ഥനാ യോഗങ്ങൾക്കും തുല്യ പ്രാധാന്യം അവർ നൽകി. അതുകൊണ്ട് ആത്മാർത്ഥതയും ഉല്ലാസവും അവരുടെ അനുഭവങ്ങളായിരുന്നു. സന്തോഷം ദൈവമക്കളുടെ പദവിയും ആനന്ദവുമാണ്. ക്രൂശിലൂടെ കർത്താവ് വെളിപ്പെടുത്തിയ ദൈവസ്നേഹത്തിൻ്റെ അയവിറക്കലാണ് അപ്പം നുറുക്കൽ. യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി, ഇത് എൻ്റെ ശരീരം. പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി, ഇത് എൻ്റെ രക്തം എന്ന് പറഞ്ഞ് നൽകിയതിൻ്റെ അനുസ്മരണമാണ് അപ്പം നുറുക്കൽ. നുറുക്കപ്പെട്ട ശരീരം, ചിന്തപ്പെട്ട രക്തം. ദൈവം യേശുവിൽ ജഡമെടുത്തത് ലോകത്തെ വീണ്ടെടുപ്പാൻ. അത് നിറവേറ്റിയതോ കാൽവറി ക്രൂശിലൂടെയാണ്. There is no making without breaking. നുറുക്കപ്പെടാതെ യാതൊന്നും രൂപപ്പെടുകയില്ല. ഈ നുറുക്കൽ ക്രിസ്തു വിശ്വാസികൾക്കൊരു നിയോഗം നൽകുന്നുണ്ട്. ക്രിസ്തു നുറുക്കപ്പെട്ടതുപോലെ വീണ്ടെടുപ്പിൻ്റെ പ്രവർത്തനത്തിനായി നുറുക്കപ്പെടാൻ വിശ്വാസ സമൂഹം തയ്യാറാകണം. പുതിയൊരു വീക്ഷണമാണ് നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. പങ്ക് വയ്ക്കുന്നതിലൂടെയും നുറുക്കുന്നതിലൂടെയും ഒരു സമൂഹം വേറിട്ട സമൂഹമായി നിലനിൽക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് അക്യുമുലേഷൻ വലിയ പാപമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. നമുക്ക് ലഭിക്കുന്നത് മറ്റുള്ളവരുമായി നുറുക്കി പങ്കുവയ്ക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് വലിയ പാപമാണ് എന്നതും ആദിമസഭയുടെ അനുഭവത്തിലൂടെ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ. നമുക്ക് ലഭിക്കുന്ന നന്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്പ്പാനുള്ള ഒരു ബലം, ഒരു കൃപ ലഭിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചില കാര്യങ്ങളൊക്കെ മതി എന്ന് പറയാൻ, വേണ്ട എന്ന് പറയാനുള്ള ഒരു ആത്മ ഊർജം നമുക്ക് ലഭിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം.
കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയല്ലോ. രാത്രിയിൽ അടിയങ്ങളെ സൂക്ഷിച്ചു നിദ്രയും വിശ്രമവും നൽകി പ്രഭാതത്തിൽ ഉണരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചത് ഓർത്ത സ്തോത്രം. സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ എളിയവൻ കിടന്നുറങ്ങി, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കിയത്. അവിടുത്തെ നിർഭയത്വം നൽകിയല്ലോ, സ്തോത്രം. ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാനുള്ള ബലവും കൃപയും ആരോഗ്യവും ഊർജവും ഒക്കെ നൽകണമേ. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ദൈവത്തിൻ്റെയും മറ്റുള്ളവരുടെ മുൻപാകെ നീതിയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആർക്കും തിന്മ ചെയ്യാതെ, ആർക്കുമെതിരെ തിന്മ ചിന്തിക്കാതെ നന്മയിൽ അധിഷ്ഠിതമായി ജീവിപ്പാൻ ഞങ്ങളുടെ മനസ്സുകളെ പ്രബുദ്ധീകരിക്കണമേ. കർത്താവിൻ്റെ കരുണ കൂടെ ഇരിക്കണമേ. നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവേ, ഇന്നത്തെ പകൽക്കാലം പ്രഭാതം മുതൽ പ്രദോഷം വരെയും മാറാത്ത കൃപ നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുകയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ചെയ്യുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ഒരു പുതുവർഷം എല്ലാവർക്കും അവിടുന്ന് നൽകണമേ. യേശു മിശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സർവശക്തിയുള്ള കർത്താവിൻ്റെ കരുണയും കൃപയും നമ്മളോട്, നമ്മുടെ ആവശ്യങ്ങളോടും നമ്മുടെ തീരുമാനങ്ങളോടും പ്രാർത്ഥനകളോടും കൂടെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.